ബിസിനസ്മാൻമാർ ഇതൊരു ചെറുതായിട്ട് വഴി തെറ്റിപ്പോയാലും ഇല്ല, ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. കാരണം നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ കേപ്പബിൾ ആണ്, അല്ലെങ്കിൽ അവർ ആ കേപ്പബിലിറ്റിയിലോട്ട് അവർ കൂടുതൽ അടുക്കുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അവരിലോട്ട് പറഞ്ഞു കൊടുത്ത് അവർക്ക് അവരുടെ ശരിയായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കാൻ സാധിച്ചാൽ പിന്നെ ബാക്കി അവർ മുന്നോട്ട് പോയിക്കോളും. ഇല്ലെങ്കിൽ ലൈഫിൽ ഏതൊരു നിമിഷത്തിലും പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ചലഞ്ച് വരുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടി വരും. അവർക്ക് അറിയില്ലല്ലോ, അവർ സ്വയം വളരണം, അവർ നമ്മളെക്കാൾ വളരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. എത്രയോ ലോസുകളുണ്ട്. മറ്റൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നടന്നു പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഏൽപ്പിച്ചാൽ ചിലപ്പോൾ ആണെങ്കിൽ അവർ ചെയ്ത ലോസുകൾ ഒരുപാടുണ്ടാവും. അതുപോലും അതൊരു വലിയൊരു ഡെപ്പോസിറ്റായിട്ട് കാണുന്ന ആളുകളല്ല നമ്മൾ. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ആ ഹെൽത്തിലേക്ക് തന്നെ വരാം. അതെ, അപ്പം ഹെൽത്ത്, സ്ലീപ്പ്, പഠനം, വായന, പഠനം, യാത്ര, അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ ജീവിത ശൈലികൾ നമ്മൾ നമ്മൾ പഠിക്കേണ്ട സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഏത് സ്ഥിതിയിലാണോ അതേ സാഹചര്യങ്ങളിലൂടെ കൂടെ കടന്നു പോയ ഒരു സാഹചര്യം പഠിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവും. അതെ, നമ്മൾ സ്ലീപ്പ് എന്നുള്ളത് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. എനിക്ക് തോന്നി ഹെൽത്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത് തന്നെയാണെന്ന് മനസ്സിലാക്കിയോട് കൂടെ സ്ലീപ്പിനെ കൂടെ ഒന്നും കൂടെ കൃത്യമായി ഉറങ്ങാത്ത എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്കറിയാം. കൃത്യത എന്നുള്ളത് ഡിഫൈൻഡ് അല്ല ഹനീഫിക്ക. ഞാൻ ആ കൃത്യമല്ല പറയുന്നത്. അതായത് രാത്രി വളരെ വൈകി, ഇവിടെ യു എയിലൊക്കെ പകലാണല്ലോ രാത്രി പോലും, രാത്രി 1 മണി വരെ 2 മണി വരെയൊക്കെ ബിസിനസ് സ്ഥാപനങ്ങൾ ഓപ്പൺ ആണ്. അവിടെ എൻഗേജ് ആയിരിക്കും ബിസിനസ് ഓണേഴ്സ്. പിന്നെ വളരെ ചെറിയ സമയമാണ് ഉറങ്ങുന്നത്. അത് ആ ഉറക്കം ചിലപ്പോൾ പറഞ്ഞ പോലെ സാർ പറഞ്ഞ പോലെ 1, 2, 3 മണിക്കൂറൊക്കെ ഉറങ്ങുന്നത്, വീണ്ടും നേരം വെളുക്കുമ്പോഴേക്ക് ഡ്യൂട്ടിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഉറക്കം എന്നുള്ളത് ഒരു നഷ്ടമായിട്ട് കാണുന്ന ആളുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ആളുകൾ കണക്ക് പറയും, നമ്മുടെ ജീവിതത്തിൽ 24 മണിക്കൂറാണെങ്കിൽ അതിൽ 8 മണിക്കൂർ ഉറങ്ങിപ്പോയി, ബാക്കി ഇത്ര എന്നൊക്കെ പറഞ്ഞ് പറയും. ഈ 8 മണിക്കൂർ ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അത് കളഞ്ഞു പോയൊരു സാധനമായിട്ടാണ് സാധാരണ ഡിഫൈൻ ചെയ്യാറ്. ഞാനൊക്കെ വിചാരിക്കുന്നത് ഈ 8 മണിക്കൂറാണ് ശരിക്കും നമ്മൾ വർക്ക് ചെയ്തത്. അത് ആദ്യം നമുക്ക് എപ്പോൾ ഉറങ്ങുന്നു എന്നുള്ളതിലോട്ട് വരാം. അതെ, അപ്പം നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മൾ ഇന്ത്യൻസിൻ്റെ ആയുർവേദ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ആയുർവേദത്തിൽ പറയുന്നത് രാത്രി 7 മണിയാകുമ്പോഴേക്ക് ഭക്ഷണം കഴിച്ച് ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്ക് കിടന്ന് അതിരാവിലെ 6 മണിക്കൂർ ഉറങ്ങി 4 മണിക്കെങ്കിലും എണീക്കുക എന്നുള്ളതാണ്. ഭക്ഷണം അതിനനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്ലീപ്പ് എന്നാണ് പറയുന്നത്. നമ്മളുടെ ഭൂമിയുടെ ഇതിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാവുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ചൂട് പ്രകാരം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാവുന്നത് കൂടുതലും രാത്രികളിലാണ്, അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ്, ആഫ്റ്റർ സൺസെറ്റ്, അല്ലെങ്കിൽ ചൂട് കുറഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ അത് പോസിബിൾ ആവണം എന്നില്ല, നമ്മുടെ ബിസിനസ് സാഹചര്യമൊക്കെ വ്യത്യാസം ഉള്ളത് കൊണ്ട്. അപ്പോൾ രാത്രി കാലങ്ങളിൽ വൈകിട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ രാത്രി 2 മണി 3 മണിക്ക് കുട്ടികൾ അവിടെ കളിക്കുകയാണ്. കാരണം അവർക്ക് പകൽ കളിക്കാൻ നമ്മളുടെ നാട്ടിലെ പോലെ സാഹചര്യങ്ങളില്ല. അപ്പോൾ എപ്പോൾ ഉറങ്ങണം എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഇവിടെ ആ സാഹചര്യത്തിൽ ഒരിക്കലും ലൈഫ് മുന്നോട്ട് പോകില്ല നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനനുസരിച്ച്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ കൾച്ചർ മാത്രമല്ല, മൊത്തം മനുഷ്യൻ്റെ കൾച്ചർ തന്നെ അതാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഈയിടെയായിട്ടൊന്ന് തുർക്കിയിലേക്ക് യാത്ര ചെയ്തല്ലോ. അവിടെ ഒരു 10 ദിവസം നിന്നപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അവിടെ രാത്രി സൂര്യൻ അസ്തമിക്കുന്ന എത്ര മണിക്കാണ്? 8:30 സൂര്യൻ അസ്തമിക്കുന്നത് രാത്രി. പക്ഷെ അവരുടെ കൾച്ചർ പ്രകാരം അവർ ഒരു 5 മണി 6 മണിയായി എല്ലാ ഷോപ്പും ക്ലോസ് ചെയ്ത് തുടങ്ങും. അത് നമുക്ക് പകൽ, നമ്മളത് എന്താ ഈ പകലൊക്കെ ഇവിടെ എന്താ ക്ലോസ്ഡ് ആണെന്ന് തോന്നിപ്പോകും. അവരെന്ത് ചെയ്യണം, ആ കൃത്യത പാലിക്കുന്നു. ഇത് നമ്മളിപ്പോൾ പറയുന്ന ഇവിടുത്തെ സാഹചര്യമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോയ ആളുകളാണ്. ഒരു പക്ഷേ അതിൻ്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വീണ്ടും അവർ തിരിച്ചു വരികയാണ്. 5:30 ആകുമ്പോഴത്തേക്ക് എല്ലാ ഷോപ്പുകളും അടച്ചു. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ തെരുവിലുള്ള ചെറിയ ഈ ചുട്ടു കൊടുക്കുന്ന അങ്ങനത്തെ അത് പ്രൊഫഷണലല്ല, ആളുകൾ വണ്ടിയിൽ ഉന്തിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഹോട്ടലുകളുണ്ടാവും. അവിടെ ഇരുന്ന് ഹുക്ക വലിച്ചൊക്കെ സമയം കൊല്ലുന്ന ആളുകളുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരു ഏരിയ ഉണ്ട്. അവിടെയുള്ള ഏരിയയിലുള്ള ഷോപ്പുകൾ മാത്രമേ അവിടെ ഓപ്പൺ ഉള്ളൂ ആ നേരത്തിന് ശേഷം. അപ്പോൾ ആളുകൾ തിരിച്ചു വരുന്നു. ഉറക്കം രാത്രി തന്നെയാണ്.